Father, we commit ourselves into your hands this evening time, O Lord. Lord, I pray, grant your grace so that I'll speak your word clearly and legibly. Whatever words come out of your mouth will cut their hearts so that they'll be just not be hearers of the word, but be doers of the word. This I ask you in the name of Jesus. Amen. Hallelujah. നമ്മൾ ഇന്നലെ കേട്ടു, വിവിധ സാഹചര്യങ്ങൾ കൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ഒരു സ്വഭാവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് സാഹചര്യത്തെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് നമ്മൾ കേട്ടു. നിങ്ങളാൽ താങ്ങാനാത്ത ഒരു സാഹചര്യവും ദൈവം അനുവദിക്കത്തില്ല. കാരണം അതിൽ ദൈവം വിശ്വസ്തനാണ്. ആ സാഹചര്യത്തിന് നടുവിൽ ഒരു പോക്ക് വഴിയും വെക്കാതെ ദൈവം ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ വരാൻ അനുവദിക്കുകയില്ല നമ്മൾ കേട്ടു. അപ്പൊ എന്തിനാണ് ദൈവത്തിന്റെ നേച്ചറിനെ ദൈവം സാഹചര്യത്തിനകത്തൂടെ വെളിപ്പെടുത്തി തരുന്നത്? കാരണം നമ്മുടെ അകമേ മനുഷ്യനെ ബലപ്പെടുത്താനും പുഷ്ടിപ്പെടുത്താനും. അപ്പൊ അതിന് നമുക്കൊരു വാക്യം എടുക്കാം. 2 കൊരിന്ത്യർ 4:16, 17, 18. 2 Corinthians 4:16, 17 and 18. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഞൊടി നേരത്തേക്കുള്ളതാണ്. അപ്പൊ ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏത് സർക്കംസ്റ്റാൻസും ആയിക്കോട്ടെ, ഇറ്റ്സ് ഓൺലി ടെമ്പററി, ഞൊടി നേരത്തേക്കുള്ളതാണ്. ഞങ്ങൾ ഡോക്ടർമാർ പറയും എല്ലാ മെഡിസിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് സാഹചര്യത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. കാരണം അതിന്റെ ജോലി കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ഹാസ് ടു മൂവ്. അപ്പൊ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അപ്പൊ എന്തൊരു ധൈര്യത്തോടെ അവർ ഇതിനെ എംബ്രേസ് ചെയ്യുന്നത് നോക്കിക്കുക. കാരണം എന്നാ, ഇതിൽ കൂടുതലെല്ലാം ഞങ്ങളുടെ അകമയ മനുഷ്യൻ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുകയാണ്. സോ ദേ ആർ ബീങ്, യുവർ ഇന്നർ മാൻ ഈസ് ഗെറ്റിംഗ് റിന്യൂഡ് ഡേ ബൈ ഡേ. അപ്പൊ പുറമേ ആണ് ഈ എല്ലാ സാഹചര്യവും നിങ്ങൾക്ക് ക്ലേശം കൊണ്ടുവരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. All the situations or circumstances, it's on the outside. അതേസമയം ഇതിൽ കൂടെ ദൈവത്തിന്റെ നേച്ചറിൽ കൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്തോറും നിങ്ങളുടെ അകമയ മനുഷ്യൻ or inner man is getting renewed or strength day by day. എന്ന് വെച്ചാൽ നിങ്ങളുടെ അകമയ മനുഷ്യനെ ദൈവം is making it bigger, stronger and spiritually mature. അപ്പൊ സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇസ് ഹൗ യു റിയാക്ട് ഓർ റെസ്പോണ്ട് ടു സർക്കംസ്റ്റാൻസസ് ഇൻ ലൈഫ്. കാരണം നിങ്ങളുടെ അകമേ മനുഷ്യൻ പുഷ്ടിപ്പെട്ട് റിന്യൂഡ് ആയി വരികയാണ്. ബാക്കി എല്ലാ ക്ലേശങ്ങളും ചുറ്റുപാടുമാണ്. എന്തിനാ അതപ്പോ നമ്മൾ അടുത്ത ചോദ്യം, അതിന് എന്തിനാ ദൈവം ഇത് അനുവദിക്കണം? ഇപ്പൊ ഒരു പ്രിൻസിപ്പിൾ ഇൻ ദ കിങ്ഡം ഈസ് external pressure is vital for internal growth. പുറമേ ഉള്ള ക്ലേശങ്ങളാണ് എപ്പോഴും നമ്മുടെ അകമയ മനുഷ്യനെ ബലപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. നാച്ചുറലായിട്ട് നിങ്ങൾ നോക്കിയാൽ നമുക്ക് അനുസരിയാം, പ്രഷ്യസ് ഡയമണ്ട്സ്, പ്രഷ്യസ് പേൾസ് ആർ ഓൾവേസ് ഫോംഡ് ഔട്ട് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷനിൽ കൂടാണ്, ഒരസറിൽ കൂടാണ് ആ ഒരു പ്രഷ്യസ് സ്റ്റോണും അല്ല ഡയമണ്ട് നമ്മൾ പറയുന്നത് പേൾസും ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ ഇപ്പോൾ ലോകരാജ്യത്തു നിന്ന് ദൈവം എടുത്ത ദൈവരാജ്യത്തിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നമ്മൾ ഓരോരുത്തരും നമ്മളെ വളർത്തി ബലപ്പെടുത്തി അകമേ മനുഷ്യനെ ബലപ്പെടുത്തി സാഹചര്യങ്ങൾക്കനുസരിച്ച് റിയാക്ട് ചെയ്യാതെ അകമേ മനുഷ്യനെ നിങ്ങളുടെ ഇന്നർ മാനിൽ കൂടെ സാഹചര്യത്തെ കണ്ട് അകമേ മനുഷ്യനെ കൂടെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ദൈവം ഒരു നവീകരണ പ്രക്രിയയിൽ നമ്മളെ പരിശുദ്ധാത്മാവ് കൊണ്ടു നടക്കുക ഓരോ സാഹചര്യത്തിൽ കൂടെ. സോ ദാറ്റ് once your inner man becomes strong, you will always respond from the inner man through the outer man or the soul. അപ്പൊ ഏത് സാഹചര്യത്തെയും ആദ്യം നിങ്ങൾ കാണാനും ചിന്തിക്കാനും സംസാരിക്കാനും പ്രതികരിക്കാനും ദൈവം അകമേ മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദ വേൾഡ്. ലോകത്തിൽ അങ്ങനല്ല. നമ്മൾ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഉടനെ അങ്ങ് പ്രതികരിക്കും, ആ സാഹചര്യത്തെ നോക്കി നമ്മൾ ചിന്തിച്ച് പ്രതികരിച്ച് ചെയ്യുക. പക്ഷെ ദൈവം അതിനകത്തുനിന്നൊന്ന് മാറ്റി
നിങ്ങളെ ദൈവരാജ്യത്തിൽ, കിങ്ഡത്തിലാണ് വെച്ചിരിക്കുന്നത്. കിങ്ഡത്തിൽ വന്നിട്ട് നിങ്ങളെ അകമേ മനുഷ്യനെ ഓരോ സാഹചര്യത്തിൽ കൂടെ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന് പുഷ്ടിപ്പെടുത്തി ബലപ്പെടുത്തി, സോ ദാറ്റ് ഏത് സാഹചര്യം പുറമേ വന്നാലും നിങ്ങളുടെ അകമേ മനുഷ്യൻ അനങ്ങാതെയും കുലുങ്ങാതെയും ഇരിക്കും. കാരണം your inner man is 24 into 365 days in the presence of God. നിങ്ങളുടെ അകമേ മനുഷ്യന്റെ കൂടെ പിതാവായ ദൈവമുണ്ട്, സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവുണ്ട്, യേശു കർത്താവുണ്ട്, സകലത്തിന്മേൽ ജയമെടുത്ത യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്, സകലത്തിന്മേലും ജയോത്സവമായി നടത്തുന്ന പരിശുദ്ധാത്മാവുണ്ട്. എന്ന് വെച്ചാൽ 3+, എപ്പോഴും നിങ്ങളുടെ കൂടെ 3 വ്യക്തികളുണ്ട്. അപ്പൊ ഏത് സാഹചര്യത്തിലും നടുവിൽ പിതാവ് കാണുന്നുണ്ട്, ആ പിതാവ് കാണുന്നത് യേശു കാണുന്നുണ്ട്, യേശു കാണുന്നത് യേശു സംസാരിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവ് അത് നിങ്ങളെ വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ എപ്പോഴും ഈ ട്രിനിറ്റിയാണ് നമ്മുടെ അകമയ മനുഷ്യന് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കണം. കാരണം ലോകപ്രകാരം നമ്മൾ അങ്ങനെയല്ല പഠിച്ചു വെച്ചേക്കുന്നത്. ഏത് സാഹചര്യത്തെ കണ്ടാൽ ഉടനെ അങ്ങ് പ്രതികരിക്കുക. പക്ഷെ അതേസമയം ദൈവരാജ്യത്തിൽ വന്നു കഴിയുമ്പോൾ യു ഹാവ് ടു സീ വിത്ത് ഇന്നർ ഐസ്. യേശു എങ്ങനെ എന്റെ സാഹചര്യത്തെ കാണുന്നത്. അപ്പോ നമ്മൾ അകമയ മനുഷ്യനെ ബലപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ യേശു പിതാവ് എന്ത് കാണുന്നു, യേശു അത് കാണുന്നു. അതാണ് യേശു നമുക്ക് കാണിച്ച മോഡൽ. അപ്പൊ ഇന്ന് യേശു ഉയർത്തെഴുന്നേറ്റ് പോയി നമ്മുടെ ഉള്ളിൽ ആത്മാവ് വന്നിരിക്കുമ്പോൾ യേശുവിന്റെ കണ്ണിൽ കൂടെ നിങ്ങൾ കാണാൻ നിങ്ങളെ പരിശീലനം നടത്തിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു സാഹചര്യം മുന്നേ വരുമ്പോൾ നമ്മുടെ നാച്ചുറൽ കണ്ണുകൊണ്ടല്ല നമ്മൾ കാണണ്ടേ. കാരണം നാച്ചുറൽ കണ്ണുകൊണ്ട് കാണുന്നതും ആത്മീയ കണ്ണുകൊണ്ട് കാണുന്നതും രണ്ടും ഡിഫറെന്റ്. ആത്മീയ കണ്ണുകൊണ്ട് കാണുന്നത് പറഞ്ഞാൽ ദൈവം എന്റെ സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ള കാണാൻ പഠിപ്പിക്കുകയാണ്. പിന്നെ ഉദാഹരണത്തിന് 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിനകത്ത് ഞാൻ കാണിച്ചു. എലിശായും പൃഥ്വിനും ഒരു ദേശത്ത് പാർത്തിക്കുന്ന സമയത്ത് ഇവരെ പിടിക്കാൻ വേണ്ടി സൈന്യങ്ങൾ വന്ന് ചുറ്റും അങ്ങ് വന്ന് അവരെ അങ്ങ് വളയുന്നു. രാവിലെ പൃഥ്വിന് ഇറങ്ങി വെളിയിൽ കഥ തുറന്ന് നോക്കുമ്പോൾ സൈന്യത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് പൃഥ്വിൻ നാച്ചുറൽ കണ്ണൂടെ കാണുന്നത്. പൃഥ്വിൻ പറയും, അയ്യോ പിതാവേ, നമ്മൾ പിടിക്കപ്പെടാൻ പോവുകയാണ്. അതാണ് ആദ്യത്തെ മൈൻഡ് സെറ്റ്. കണ്ടതിനെ കുറിച്ച് ഉടനെ റിയാക്ട് ചെയ്തു. പൃഥ്വിൻ ഓടി അകത്ത് കയറിപ്പോയി എലിശായെ വിളിച്ച് ഉണർത്തുന്നു. എലിശ എഴുന്നേറ്റ് വരും, എന്താ ചോദിക്കും, നമ്മൾ സൈന്യത്താൽ ചുറ്റപ്പെട്ടു പോയിരിക്കുന്നു, നമ്മളെ ഇപ്പൊ അവര് പിടിച്ചു കൊണ്ടുപോകും. എലിജ ദൈവത്തിന്റെ പ്രസൻസിലായിരുന്ന പ്രവാചകനാണ്. വെളിയിലോട്ട് ഇറങ്ങി കണ്ടിട്ട് എലിജ അതല്ല കാണുന്നത്. അപ്പൊ ഒരേ സാഹചര്യം 2 കണ്ണുകൊണ്ട് കാണുന്നു. ഒരാള് നാച്ചുറൽ കണ്ണുകൂടെ കാണുന്നു. എലിജ ഇറങ്ങിയിട്ട് വന്ന് നോക്കുമ്പോ ശരിയാണ്, സൈന്യമുണ്ട്, പക്ഷെ ആ ചുറ്റുപാടുള്ള മലകൾക്ക് മേൽ ഇതിന്റെ 3 ഇരട്ടി സൈന്യങ്ങൾ, രഥത്തോടു കൂടിയ ദൂതന്മാരാകുന്ന സൈന്യങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതാണ് എലിശ കാണുന്നത്. എലിശ വന്ന് പറയും, there are more with us than with them. അപ്പൊ പൃഥ്വിന് ഇത് മനസ്സിലാകുന്നില്ല. എന്നിട്ട് പൃഥ്വിന്റെ മേൽ കൈവച്ചിട്ട് പറയും, കർത്താവേ, അവന്റെ കണ്ണൊന്ന് തുറന്ന് ഞാൻ കാണുന്നൊന്ന് കാണട്ടെ എന്ന് പറയും. And then he opened his eyes and then he saw. Yes. അപ്പോ സൈന്യമുണ്ട്, അത് നാച്ചുറൽ കണ്ണുകൂടെ കണ്ടത്. ഒരേ സാഹചര്യത്തെ എലിശ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ആത്മീയ കണ്ണുകൊണ്ട് അവൻ കണ്ടപ്പോൾ സൈന്യത്താൽ, ദൂതന്മാരുടെ സൈന്യത്താൽ, രഥത്വങ്ങളോട് കൂടിയ ദൂതന്മാരുടെ സൈന്യത്താൽ ചുറ്റപ്പെട്ട വലിയൊരു സമൂഹത്തെയാണ് കാണുന്നത്. ആ ഒരു അകമയ മനുഷ്യനെ കണ്ണിൽ കൂടെ കാണാനും ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും എന്നെ നിങ്ങളെ ഒരു നവീകരണ പ്രക്രിയയിലാണ് ഇന്ന് പിതാവായ ദൈവം, പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ 3 പേരും ഉള്ളിലിരുന്ന് എന്നെ നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നു, പരിശീലന കൊണ്ടുവരുന്നു. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, എവറി സിറ്റുവേഷൻ ഈസ് യുവർ ട്രെയിനിങ് ആൻഡ് യുവർ പ്രൂവിങ് ഗ്രൗണ്ട്. അങ്ങനെ ഇത് ദൈവത്തിന്റെ നേച്ചർ ദൈവം വെളിപ്പെടുത്തി തരാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു നേച്ചർ ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കറിയാം, ഫ്രോം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ഈ ദൈവം ഇങ്ങനെ എനിക്ക് അങ്ങനെ സ്നേഹിക്കുന്ന ദൈവമായിരിക്കും, സ്വസ്ഥതയുള്ളതായിരിക്കും, വിടുവിക്കുന്നവനായിരിക്കും, ഫോർട്രസ് ആയിരിക്കും, റെഫ്യൂജ് ആയിരിക്കാം. അപ്പൊ അതെല്ലാം എൻ്റെ ഉള്ളിൽ വളർന്ന് എൻ്റെ അകമയ മനുഷ്യൻ ദൈനംദിനം പുഷ്ടിപ്പെട്ട് വരും. അപ്പൊ പുറമെ എന്ത് സഫറിങ് വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ ഉടനെ പറയും, ഞൊടി നേരത്തേക്കേ ഉള്ളൂ, ഇറ്റ്സ് ഓൺലി ഫോർ എ ഷോർട്ട് ടൈം, ബട്ട് ഗോഡ് ഈസ് യൂസിങ് ഇറ്റ് ടു ബിൽഡ് ദ ഗ്ലോറി. എന്റെ അകമയ മനുഷ്യനെ ബലപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി പുത്രന്റെ തകവോളം പണിത് കൊണ്ടുവരികയാണ്. എന്തിനാണ്? ആസ് ഹി ഈസ് സോ വി ആർ ഇൻ ദിസ് വേൾഡ്. അവനായിരിക്കുന്നത് പോലെ തന്നെ ഭൂമിയിൽ എന്നെ നിങ്ങളെയും ദൈവരാജ്യത്തിന്റെ അംബാസഡർമാരുടെ ദൈവം പണിതുകൊണ്ട് വരികയാണ്. അപ്പൊ ഈ ഒരു
ഇതാണ് ഒരു പ്രോസസ്. അപ്പോ ഒരു നവീകരണ പ്രോസസ് ഉണ്ട് എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ. ആ നവീകരണം നടക്കുന്നത് നമ്മുടെ കാഴ്ചയിലാണ്. ആ നവീകരണം നടക്കുന്നത് നമ്മുടെ ചിന്തയ്ക്കകത്താണ്. നവീകരണം നടക്കുന്നത് നമ്മുടെ വിചാരങ്ങളിൽ മേലാണ്. ഈ 4 മേഖലകൾ. അപ്പോൾ നമ്മൾ കാണുന്ന സാഹചര്യത്തെ കാണുന്ന രീതി മാറും, സാഹചര്യത്തെ ചിന്തിക്കുന്ന ചിന്ത മാറും, സംസാരം മാറും, പ്രതികരണവും മാറും. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ കൂടെ ദൈവം എങ്ങനെ കൊണ്ടുപോകുന്നു നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഇന്നലെ നമ്മള് ഫിലിപ്പിയ ലേഖനം 2:13 നമ്മളൊന്ന് വായിച്ചു. ഒന്നുകൂടെ വായിക്കാം. ഇച്ഛിക്കുക എന്നത് പ്രവർത്തിക്കുക എന്നതും നിങ്ങളെ ദൈവമുള്ള ഉണ്ടായിട്ടും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒറ്റ ചെറിയൊരു വാക്യം, പക്ഷെ അതിനകത്തൊരു വലിയൊരു മാർമിക സത്യം അതിനകത്ത് ഒരുപാട് ഒളിഞ്ഞിരിപ്പുണ്ട്. For God works in your will both to do and for his good pleasure. അപ്പൊ നമുക്കറിയാം ഒരു നമ്മളെ ദൈവം പണിതേക്കുന്ന എങ്ങനെ അറിയാം. We got a spirit, we got a soul and we got a body. Spirit, soul and body. The spirit is 24 hours with the presence of God. യേശുവിന്റെ അകത്താണ്. യേശുവിന്റെ ആത്മാവ്, പിതാവിന്റെ ആത്മാവും പരിശുദ്ധാത്മാവ് 3 പേരും ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിലാണ്. ആത്മീക അതോടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ലോകത്തിൽ നിന്ന് നമ്മളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും എൻ്റെ ആത്മാവെ പൂർണ്ണമായിട്ടും പുതുക്കപ്പെട്ടിട്ടുള്ളൂ. എൻ്റെ ദേഹി എന്ന് പറയുന്നത്, സോൾ എന്ന് പറയുന്നത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൈ വിൽ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൈ മൈൻഡ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൈ ഇമോഷൻസ്. ഈ 3 മേഖലകളും നവീകരണപ്പെട്ടിട്ടില്ല, ഇപ്പോഴും നവീകരിച്ചുകൊണ്ടേയിരിക്കുക. സോ സാങ്ക്ടിഫിക്കേഷൻ ഈസ് എൻ ഡെയിലി ഓൺഗോയിങ് പ്രോസസ്. ഡെയിലി വിശുദ്ധീകരണമാണ് ഒരു പ്രോസസ്സായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അത് വിവിധ സാഹചര്യങ്ങളിൽ കൂടെ. കാരണം നമ്മൾ ഇത്രയും നാളും കണ്ടതും കേട്ടതും പഠിച്ചതും എല്ലാം ഹാബിറ്റും ആറ്റിറ്റ്യൂഡുമായിട്ട് നമ്മുടെ മനസ്സിനകത്ത് അടിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ഒരു പുതുക്കപ്പെട്ട സൃഷ്ടി വരുമ്പോൾ പഴയതെല്ലാം നീങ്ങിപ്പോയി, എല്ലാം പുതിയതായി, എല്ലാം ദൈവത്തിൽ നിന്നായി, നിങ്ങളൊരു പുതിയ സൃഷ്ടിയാന്ന് നിങ്ങൾ പറയുമ്പോഴും നമുക്ക് ഈ നവീകരണ പ്രക്രിയ നമ്മുടെ മനസ്സിനകത്തും നമ്മുടെ ചിന്തയ്ക്കകത്തും നമ്മുടെ വികാരങ്ങളിലും വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ടീച്ചിങ് നമുക്ക് വരാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം കേട്ട ഉടനെ നമ്മൾ പ്രതികരിക്കും. ലോകപ്രകാരം നമ്മൾ ചിന്തിക്കും, ലോകപ്രകാരം നമ്മൾ സംസാരിക്കും, ലോകപ്രകാരം നമ്മൾ പ്രതികരിക്കാൻ. അപ്പൊ അവിടെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ബി ക്വിക്ക് ടു ലിസൺ, സ്ലോ ടു സ്പീക്ക്. കേൾപ്പാൻ വേഗത, പറവാൻ സാവധാനവും, ദേഷ്യപ്പെടാൻ സാവധാനവും കൊണ്ടുവന്നു. ഇതെല്ലാം ഒരു ട്രെയിനിങ് പ്രോസസ്സിനകത്തൂടെ, സാഹചര്യത്തിനകത്തൂടെ നമ്മളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം ആദ്യം. അപ്പൊ ആദ്യം നമ്മുടെ വിൽ, നമ്മുടെ ഇച്ഛയുടെ മേലാണ് ആദ്യം ദൈവം ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്. കാരണം ഇത്രയും നാളും നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത് എന്നാന്ന് ചോദിച്ചാല്, നമ്മള് സോളിഷ് മാൻ, നമ്മുടെ ജഡമാണ് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ജഡമാര് ആത്മാവിന്റെ മേൽ ഡോമിനൻസ് എടുത്ത് നമ്മുടെ ജഡത്തിൽ അങ്ങ് പ്രതികരിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, ദ മൈൻഡ് സെറ്റ് ഓൺ ഫ്ലഷ് ഇസ് ഡെത്ത് ആൻഡ് ദ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ അതൊക്കെ. അപ്പൊ അത് എങ്ങനെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരുന്നുള്ളത് നോക്കിക്കോണം. ഗോഡ് ഫസ്റ്റ് വർക്ക്സ് ഓൺ യുവർ വിൽ. ആ ഇച്ഛയുടെ മേൽ പ്രവർത്തിച്ച് ഇച്ഛയെ ആത്മാവിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരും. അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സ്പിരിറ്റ് മാനിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇച്ഛ എന്ന് പറയുന്നത്, നമ്മുടെ വിൽ എന്ന് പറയുന്നതാണ്, ഇറ്റ് ഈസ് ദ വെഹിക്കിൾ ഓഫ് യുവർ സ്പിരിച്വാലിറ്റി. എന്ന് വെച്ചാല് അതിന് ഒരു ഇമോഷൻസും ഇല്ല. കാരണം ഇപ്പൊ നമ്മൾ എന്ത് കേട്ടാലും പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുന്നതിന്റെ കാരണം എന്നാ, നമ്മുടെ ഇമോഷൻസിനും ഫീലിങ്ങും സ്റ്റർ അപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അങ്ങനെ നടക്കാൻ ഒരു മക്കളായിട്ടല്ല ദൈവം നമ്മളെ നവീകരിച്ചു കൊണ്ടിരുന്നത്. കാരണം ആന്തരിക മനുഷ്യനെ കൂടെ സാഹചര്യത്തെ കാണുവാനും ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രതികരിക്കുവാനും ഒരു പരിശീലനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക. സോ whenever you see certain situation, you always see with the spirit man and always respond from the spirit man through the outer man of the soul. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ്, he breaks off your will. ഇച്ഛ ദൈവം ബ്രേക്ക് ചെയ്ത് ബ്രിങ്സ് ഇറ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് യുവർ സ്പിരിറ്റ് മാൻ കൊണ്ടുവരുമ്പോൾ, ആൻഡ് ദെൻ ഗോഡ് വർക്ക്സ് എവറിഥിങ് ത്രൂ ദ വിൽ. ഇത് തന്നെയാണ് ദാവീദിനും സംഭവിച്ചത്. ദാവീദിന് നമുക്കറിയാം, ഒരു വർഷിപ്പർ ആയിരുന്നു. പക്ഷെ ദാവീദ് ഒരു വലിയ ഒരു പ്രതിസന്ധി കൂടെ പോയപ്പോൾ
സ്വന്തം മകൻ പോലും ദാവീദിനെ കൊല്ലാനും ചുറ്റുപാടുള്ള എല്ലാ ആൾക്കാരും ദാവീദിനെ കല്ലെറിഞ്ഞ് കൊല്ലാനും ഒരു സാഹചര്യം വന്നപ്പോൾ ദാവീദ് ഒളിച്ചിരുന്നപ്പോൾ ആദ്യം ദാവീദ് ദൈവത്തിന്റെ ഒരു വർഷിപ്പർ ആയതുകൊണ്ട് ആരാധിക്കുന്ന സമയത്ത് ദാവീദിനെ ആരാധിക്കാൻ ഒരു ഇമോഷൻസ് ഫീലിങ്സ് ഒന്നും വർക്ക് ചെയ്തില്ല. അപ്പൊ ദാവീദ് അന്നേരത്തെ തീരുമാനം, ഐ വിൽ ബ്ലസ് ദ ലോർഡ് ആൻഡ് ഐ വിൽ പ്രൈസ് ഹിം. അപ്പൊ വില്ല് ദൈവം എടുത്താൽ God will use the will to bring your emotions and feelings, follow it. കാരണം നമ്മളെല്ലാം ഇപ്പൊ we are led by the emotions and feelings. അത് അങ്ങനെയല്ല ആത്മീയ മനുഷ്യന്റെ നടപ്പ്. Your will should lead everything. അപ്പൊ ഇച്ഛ ദൈവം ബ്രേക്ക് ചെയ്തിട്ട് God uses your will to bring your emotions, your feeling and your mind under the control of the spirit, so that all these things will follow the will. അപ്പൊ എല്ലാ ബ്രേക്ക് ത്രൂവും വരുന്നത് ഇറ്റ്സ് ത്രൂ ബ്രേക്കിംഗ് ഓഫ് ദ വിൽ. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. കാരണം വില്ലിനെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇമോഷണലി വിൽ ബി ഓൾവേസ് ലെഡ് ബൈ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അതുകൊണ്ട് അതാണ് ആ വില്ലിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഗോഡ് അലൗസ് സർട്ടൻ സിറ്റുവേഷൻസ് ഇൻ യുവർ ലൈഫ് സോ ദാറ്റ് വി ക്യാൻ സീ an aspect of his very nature. ആ നേച്ചറെ കണ്ടിട്ട് ആ നേച്ചറുമായിട്ട് ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ അത് എൻ്റെ നേച്ചറായി മാറുമ്പോൾ then I will begin to know who this is God. അവിടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ദൈവം ആരെന്നും ഈ ദൈവം എനിക്ക് ആരെന്നുള്ള ഒരു വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഈ സാധ്യത. സോ ദാറ്റ് വില്ലിനെ ദൈവം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വില്ല് ആത്മീയ മനുഷ്യന് കീഴ്പ്പെട്ട് വന്ന് ഡോമിനൻസ് സ്പിരിറ്റ് മാൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക് യു ആർ വിത്ത് ജീസസ്. യേശു എൻ്റെ കൂടെയുണ്ട്, ഈ സാഹചര്യത്തിന്റെ കൂടെയുണ്ട്, എൻ്റെ ജേർണിക്കകത്ത് ദൈവമുണ്ട്, എൻ്റെ സ്റ്റോറിക്കകത്ത് ദൈവമുണ്ട്. ഈ സാഹചര്യം എന്നെ തകർക്കാനോ തളർത്താനോ അല്ല, മറിച്ച് ഈ സാഹചര്യത്തിൽ കൂടെ എൻ്റെ അകമയ മനുഷ്യനെ ദൈവം പക്വതയും പരിപൂർണതയും കുറവില്ലാതെ, ഒന്നിനും കുറവില്ലാതെ തികവുള്ള പരിപൂർണമായി സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ സാഹചര്യത്തെ ദൈവം അനുവദിക്കുന്നുള്ള ആ വില്ല് ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകാൻ. അല്ലെങ്കിൽ യു വിൽ ബി ഓൾവേസ് ലെഡ് ബൈ യുവർ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ജീവിക്കാൻ ഒരു മക്കളല്ല നമ്മൾ. അപ്പൊ ദ ഫസ്റ്റ് ഡിസിപ്ലിൻ ഈസ് ഗോഡ് വിൽ ബ്രേക്ക് യുവർ വിൽ. ആ വില്ലിനെ ബ്രേക്ക് ചെയ്ത് so that will takes over, എന്നിട്ട് the Holy Spirit will use the will. പരിശുദ്ധാത്മാവ് ഇച്ഛിക്ക എന്നതും അതിൽ കൂടെ നിങ്ങളുടെ ചിന്തയെയും നിങ്ങളുടെ ഇമോഷൻസിനെയും ഫീലിങ്ങിനെയും ഇതിനെ ഫോളോ ചെയ്യാനും പരിശുദ്ധാത്മാവ് ഒരു ട്രെയിനിങ് സീസണിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് യു വിൽ ബി ഓൾവേസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ആൻഡ് നോട്ട് ബൈ യുവർ ഫീലിങ്സ് ഓർ ഇമോഷൻസ്. ദാറ്റ്സ് എ വേ. അപ്പൊ അതെങ്ങനെ നിങ്ങളുടെ വില്ലിനെ ദൈവം പരിശുദ്ധാത്മാവ് എടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ യൂസ് ഇറ്റ് ആസ് എ വെഹിക്കിൾ സോ ദാറ്റ് യു വിൽ ബി ട്രെയിൻ ടു സീ വിത്ത് ദ ഇന്നർ മാൻ ആൻഡ് യു വിൽ ട്രെയിൻ ടു സീ വിത്ത് ദ മൈൻഡ് സെറ്റ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് യു വിൽ ട്രെയിൻ ടു സ്പീക്ക് ദ ലാംഗ്വേജ് ഓഫ് ദ കിങ്ഡം ആൻഡ് യു ഓൾവേസ് ട്രെയിൻ ടു റെസ്പോണ്ട് വാട്ട് ഈസ് അക്കോർഡിംഗ് ടു ദ ട്രൂത്ത് ഇൻ ദ കിങ്ഡം. അപ്പൊ ഇതൊരു പ്രോസസ്സിൽ കൂടെ ഞാനും നിങ്ങളും പോകേണ്ടി വരും. അത് വിവിധ സാഹചര്യത്തിൽ കൂടാണ് നമ്മളെ ഇത് കൊണ്ടുവന്നത്. ബിക്കോസ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ദൈവം അത് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രതികരിക്കുന്നത് എപ്പോഴും നമ്മുടെ ഇച്ഛയിൽ നിന്നാണ്. കാരണം ഇമോഷൻസ് അങ്ങ് കയറി റൂൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു സാഹചര്യം മുന്നേ വരുന്നു, ഭയം കൊണ്ടുവരുമ്പോൾ അകമേ മനുഷ്യനെ കൂടെ നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ, കാണുന്നില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്, നേരെ നിങ്ങളുടെ ഇമോഷൻസിനെ അത് സ്റ്റേറപ്പ് ചെയ്യും. ഭയപ്പെടുത്തുന്നത് ഇത് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, അല്ലെ ഇതിനെ ജയിക്കാൻ എനിക്ക് ശക്തിയില്ല, ഞാൻ ബലഹീനയാണെന്നുള്ളൊരു തോന്നലേക്ക് ഇമോഷൻസ് ഓവർ റൂൾ ചെയ്യാൻ തുടങ്ങും. അതിനു പകരം വില്ലിനെ ദൈവം ബ്രേക്ക് ചെയ്യുമ്പോൾ യു ആർ നോട്ട് ലെഡ് ബൈ ഇമോഷൻസ് ബട്ട് യു ആർ ഓൾവേസ് ലെഡ് ബൈ ദ വിൽ ആൻഡ് ദ ഇമോഷൻസ് വിൽ സ്റ്റാർട്ട് ഫോളോയിങ് ദാറ്റ്. ഇമോഷൻസ് വില്ലിനെ, അപ്പൊ ആരാധിക്കാനോ സ്തുതിക്കാനോ മനസ്സ് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിലും നിങ്ങൾ പറയും നോ, ഐ വിൽ ബ്ലസ് ദ ലോർഡ് ബിക്കോസ് ഓൾറെഡി യുവർ വിൽ ഹാസ് ബീൻ സറണ്ടർഡ് ടു ദ ഹോളി സ്പിരിറ്റ്. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ പോലും യു ക്യാൻ നോ ഐ വിൽ ബ്ലസ് ദ ലോർഡ്. നമ്മളൊരു തീരുമാനം എടുക്കുക, ഐ വിൽ ബ്ലസ് ദ ലോർഡ് ആൻഡ് ഐ വിൽ സിംഗ് പ്രൈസസ് ടു ദ ലോർഡ്. അപ്പൊ വില്ല് ഓവർ റൂൾ ചെയ്യാൻ കഴിയുമ്പോഴത്തേക്ക് ദ ഹോളി സ്പിരിറ്റ് വിൽ ബിഗിൻ ടു യൂസ് ഇറ്റ്. അപ്പൊ സാഹചര്യത്തിന്റെ നടുവിൽ ആദ്യം നിങ്ങൾ സാഹചര്യത്തെ അല്ല നിങ്ങൾ കാണുന്നത്, നിങ്ങൾ സ്തുതിക്കാനും തുടങ്ങും. യു സ്റ്റാർട്ട് എൻഗേജിങ് വിത്ത് ദ സ്പിരിറ്റ് മാൻ. അകത്തെയുള്ള മനുഷ്യനുമായിട്ട് യേശു നിങ്ങളുടെ ഉള്ളിലാണ്. ആൻഡ് യു ബ്രിങ് ദ സിറ്റുവേഷൻ ഇൻ ടു ക്രൈസ്റ്റ്. അപ്പോ
യേശു നിങ്ങളുടെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, പിതാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. സാഹചര്യം ഇവിടെ നിൽക്കുക. നമുക്കെല്ലാം വചനം അറിയാം. റോമാലേഖനം 8:35 അറിയാം, 37 നമുക്കറിയാം. ദുരിതത്തിനോ ആപത്തിനോ വാളിനോ ഇവയ്ക്കൊന്നും എന്നെ നിങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം. അപ്പൊ അത് അകറ്റാൻ പറ്റാതെ വരണമെന്നുണ്ടെങ്കിൽ എന്നാ വേണം? ഈ സാഹചര്യത്തെ ദൈവത്തിലേക്ക് കൊണ്ടുവരണം, യേശുവിലേക്ക് കൊണ്ടുവരണം. ഹൗ യു ഡു ഇറ്റ്? ബൈ വിൽ ടേക്സ് ഓവർ. നിങ്ങളുടെ ഇച്ഛ ദൈവം ആദ്യം ബ്രേക്ക് ചെയ്തിട്ട് ഇച്ഛയുടെ മേൽ ആധിപത്യം എടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് റൂൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, യു ക്യാൻ സീ ദ സിറ്റുവേഷൻ ഇൻ ടു യുവർ ഇന്നർ മാൻ ആൻഡ് ബിഗിൻ ടു സീ ദിസ്. അകത്തെ മനുഷ്യന്റെ കണ്ണുകൊണ്ട്, അതായത് യേശു എങ്ങനെ കാണുന്നു അങ്ങനെ കാണാനും, യേശു എങ്ങനെ ചിന്തിക്കുന്നു അത് ചിന്തിക്കുവാനും, ആ സംസാരവും പ്രതികരണവും രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ സാഹചര്യങ്ങൾ അനുവദിക്കുന്നത്. അപ്പൊ ആദ്യം നേച്ചർ വെളിപ്പെടുത്തി തരും. നേച്ചർ വെളിപ്പെടുത്തി തരുമ്പോൾ എന്തിനാ നേച്ചർ ദൈവം വെളിപ്പെടുത്തുന്നത്? സാഹചര്യം ഭയം കൊണ്ടുവന്നിരുന്നിടത്ത് ഭയം എപ്പോഴും നിങ്ങളുടെ ഇമോഷൻസിനെ സ്റ്റെറപ്പ് ചെയ്യും. അതേസമയം ഭയത്തിന്റെ കൂടെ ഒരു പോക്ക് വഴി ദൈവം വെക്കുന്ന സ്നേഹം എന്ന ഫലത്തിന്റെ പോക്ക് വഴിയാണ് വെക്കുന്നെങ്കിൽ, സ്നേഹത്തെ നിങ്ങൾ കാണുമ്പോൾ ഈ സാഹചര്യത്തിന് നടുവിലും ദൈവം എന്നെ കൈവിടത്തില്ല, ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല, ഇതിന് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്നുള്ള ആ സ്നേഹത്തിൽ നിങ്ങൾ വളരുമ്പോൾ, ആ സ്നേഹത്തിൽ നിങ്ങൾ വളരാൻ തുടങ്ങുമ്പോൾ, ആ ഫലത്തിൽ നിങ്ങൾ വളരാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ഓൾറെഡി ആ സാഹചര്യത്തെ നോക്കിയല്ല നന്ദി പറയുന്നത്. യു സ്റ്റാർട്ട് ആക്ടിങ് ഓഫ് വർഷിപ്പ്, ബിക്കോസ് ദാറ്റ് ഇസ് ആൻ ആക്ട് ഓഫ് ലവ്. ആ സ്നേഹത്തിന്റെ ഒരു പ്രതികരണം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ നന്ദി കരയറ്റാൻ തുടങ്ങും, നിങ്ങൾ റിജോയ്സ് ചെയ്യാൻ തുടങ്ങും, നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ വാട്ട് യു ആർ ഡൂയിങ്? യു ആർ നോട്ട് സീയിങ് ദ സിറ്റുവേഷൻ. സാഹചര്യമല്ല കാണുന്നത്, മറിച്ച് സാഹചര്യത്തെ ക്രിസ്തുവിലേക്ക്, നിങ്ങളുടെ അകമയ മനുഷ്യനിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ അതിൽ കൂടെ കാണാൻ തുടങ്ങും. കാരണം എന്നാ? ആ സമയത്ത് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആത്മാവ് ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. So that the Holy Spirit is taking you above the situation. സാഹചര്യം നിങ്ങളെ തളർത്താൻ വന്ന സാഹചര്യത്തെ, അതേ സാഹചര്യത്തെ ദൈവം എടുത്ത് നിങ്ങളുടെ ഇച്ഛയെ ബ്രേക്ക് ചെയ്ത് സ്പിരിറ്റ് മാനിന്റെ മേളിൽ റൂൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ അകമേ മനുഷ്യനിലേക്ക് ആ സാഹചര്യത്തെ നിങ്ങൾ ഇന്റേണലൈസ് ചെയ്യും. സാഹചര്യം പുറമെയാണ്, ആ സാഹചര്യത്തെ നിങ്ങൾ അകത്തോട്ട് കൊണ്ടുവന്ന് യേശുവിലോട്ട് കൊണ്ടുവന്നിട്ട് യു ബിഗിൻ ടു സീ യേശുവെ അങ്ങ് എന്താണ്, ഈ സാഹചര്യത്തിൽ അങ്ങ് എന്ത് കാണുന്നു. ആൻഡ് യു വിൽ സ്റ്റാർട്ട് എ ഡയലോഗ്. എപ്പോഴും നമുക്ക് മനസ്സിലാകണം, ഈ ഉൽപ്പത്തി 1-ാം അധ്യായം തൊട്ട് തന്നെ നമുക്ക് കാണാം, ഗോഡ് ഓൾവേസ് ലവ്സ് ടു ഹാവ് ഡയലോഗ് വിത്ത് യു, കോൺവെർസേഷൻസ് വിത്ത് യു. എന്തിനാ? ബന്ധം സ്ഥാപിക്കാൻ. അപ്പൊ ഹൗ യു ആർ സീയിങ് ദിസ്? യേശുവെ അങ്ങ് എന്താണ് അങ്ങയുടെ കണ്ണിൽ കൂടെ ഈ സാഹചര്യത്തെ കാണുന്നത്? ആൻഡ് ഹൗ ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഈ സാഹചര്യത്തിന്റെ നടുവിലും അങ്ങ് എനിക്ക് ആരായിട്ടാണ് വെളിപ്പെടുത്താൻ വരുന്നത്? അപ്പോൾ എനി സിറ്റുവേഷൻ വിച്ച് യു സീ ജസ്റ്റ് ബിഫോർ യു, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സിറ്റുവേഷനെ നോക്കാതെ യു ജസ്റ്റ് ഇന്റേണലൈസ് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനെ റിജോയ്സിങ്, നന്ദി കരയറ്റത് കൂടെ നിങ്ങൾ അകത്തോട്ട് കൊണ്ടുവന്ന് അകമേ മനുഷ്യനെ കൂടെ ഇത് കാണാൻ തുടങ്ങുമ്പോൾ യു ക്യാൻ ആസ്ക്. അപ്പൊ ഒരു ബന്ധത്തിലേക്ക് വരുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് യു ക്യാൻ ആസ്ക്, കർത്താവെ അങ്ങയുടെ കണ്ണിൽ കൂടെ അങ്ങ് എന്റെ ഉള്ളിലുണ്ട്. ഐ നോ യു ആർ ഇൻസൈഡ് മീ ആൻഡ് യു ആർ സീയിങ് ദിസ് സിറ്റുവേഷൻ. അങ്ങയുടെ കണ്ണിൽ കൂടെ ഈ സാഹചര്യത്തെ കാണാൻ എന്നെ പരിശീലിപ്പിച്ചാട്ടെ. സോ യു ആർ ബ്രിങ്ങിങ് ദ സിറ്റുവേഷൻ ഇൻ ടു ദ ഇന്നർ മാൻ. നിങ്ങളതല്ല, നിങ്ങൾ അകത്തെ കൊണ്ടുവന്ന് യേശുവിന്റെ കണ്ണിൽ കൂടെ കാണാൻ നിങ്ങളുടെ ഇച്ഛയെ നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ, the spirit man begins to take over your will and begin to teach you to see through the eyes of Jesus. ഇതാണ് ദൈവരാജ്യത്തിന്റെ കണ്ണിൽ കൂടെ കാണുക. ഇതാണ് എലീശ കണ്ടത്, ഇതാണ് ദാവീദ് കണ്ടത്, ഇതാണ് യേശു നമ്മളെ എല്ലാം പഠിപ്പിച്ചത്. നമ്മുടെ ആ കഥ നമ്മൾ നോക്കുമ്പോൾ എലീശയുടെ ഭൃത്യൻ പോയി സാഹചര്യത്തെ തന്റെ കണ്ണിൽ കൂടെ കണ്ടു. അതേസമയം എലീശ യേശുവിന്റെ കണ്ണിൽ കൂടെ, ദൈവത്തിന്റെ കണ്ണിൽ കൂടെ ആ സാഹചര്യത്തെ കണ്ടപ്പോൾ, സ്വർഗം ആ സാഹചര്യത്തിൽ എങ്ങനെ കാണുന്നു എലീശ ആ കണ്ണിൽ കൂടെ കണ്ടപ്പോൾ കണ്ടു. ഇല്ല, ചുറ്റും ആർമിയുണ്ട്, പക്ഷെ അവരെക്കാൾ 3 ഇരട്ടി ഒരു ദൂത സന്നാഹങ്ങൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മലമുകളിൽ നിൽപ്പുണ്ടെന്നുള്ള കണ്ണിൽ കൂടെ കണ്ടു. അപ്പൊ ദൈവമക്കളെ, ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് പോസിബിൾ ആ. കാരണം എന്നാ? ഇന്ന് ദൈവം നമ്മളെ യേശുവിനകത്ത് കൊണ്ടുവന്നു. യു ആർ ഇൻ ക്രൈസ്റ്റ്. So if you are in Christ, so are your situations. That should be the first mind. ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ ഈ സാഹചര്യം ക്രിസ്തുവിലാണ്, ഈ സാഹചര്യം ക്രിസ്തുവിലാണ്, ഈ സാഹചര്യം എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ
ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഇച്ഛയെ ഞാൻ ദൈവസ്നേഹത്തിന്റെ ആ ഒരു റൂളിങ്ങിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് വിൽ യൂസ് യുവർ വിൽ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവം തന്നെ തിരുവുള്ളം ഹിതം അനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ ചെയ്യും. സോ ദൈവം എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം നിങ്ങളുടെ ഇച്ഛയെ, നിങ്ങളുടെ വില്ലിനെ ബ്രേക്ക് ചെയ്ത് വിൽ ബിഗിൻസ് ടു റൂൾ ആസ് എ വെഹിക്കിൾ. കാരണം ഈ വില്ലിന്, ഇച്ഛയ്ക്ക്, ഇറ്റ്സ് കോൾഡ് ബ്ലഡഡ്. ഒരു വിചാരങ്ങൾ ഒന്നുമില്ല, ഒരു ഇമോഷൻസിനും ഇല്ല വികാരം ഈ ഇച്ഛയ്ക്ക്. സോ ഇച്ഛ വിൽ ബ്രിങ് യുവർ ഇമോഷൻസ് ബിഹൈൻഡ് ഇറ്റ്. അതിനെ ഫോളോ ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ ഉള്ളിലുള്ള ഭയം എന്ന വികാരത്തെ ദൈവം എടുത്തു മാറ്റി അതിനകത്ത് സ്നേഹം കൊണ്ടുവരുമ്പോൾ ദാറ്റ് വിൽ ഇൻക്രീസ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കും. സോ യു ആർ നോട്ട് സപ്പോസ് ടു ബി ലെഡ് ബൈ യുവർ ഇമോഷൻസ് ഓർ ഫീലിംഗ്സ്. യു ആർ ഓൾവേസ് സപ്പോസ് ടു ബി ലെഡ് ബൈ ദ സ്പിരിറ്റ്. ആത്മീയ മനുഷ്യനാൽ നയിക്കപ്പെടുന്നത് എങ്ങനെ? വില്ലിനെ ബ്രേക്ക് ചെയ്ത് വില്ല് ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ അകമയ മനുഷ്യൻ അതിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ you will be learning how to see every situations through the eyes of God, through the mind, process it through the mind of Christ, and speak the language of what Jesus is speaking right now in your situation, and always respond. അപ്പോൾ നമ്മൾ ആ വാക്യം കേട്ടു, കേൾപ്പാൻ വേഗത, പറവാൻ സാവധാനം, ദേഷ്യപ്പെടാൻ സാവധാനം വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോസസ്സിൽ കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടുപോകും. വാക്യം കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്, നമുക്ക് കടിഞ്ഞാനിടാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് കടിഞ്ഞാനിടണമെങ്കിൽ പരിശുദ്ധാത്മാവ് മേൽ ആധിപത്യം കർത്തൃത്വം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇച്ഛ, അതായത് എപ്പോഴും നമ്മൾ പെട്ടെന്ന് പ്രതികരിച്ചുകൊണ്ടിരുന്ന ആ സാഹചര്യത്തെ നടുവിൽ ഹോളി സ്പിരിറ്റ് റൂൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ തന്നെത്താൻ പതുക്കെ വിവിധ സാഹചര്യത്തിൽ കൂടെ 6 മാസം മുമ്പ് ഇങ്ങനത്തെ ടീച്ചിങ് നിങ്ങൾ കേൾക്കാത്ത ഒരാൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാള് പതുക്കെ ഈ വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓർമ്മയെ കൊണ്ടുവരുമ്പോൾ യു ബിഗിൻ ടു ലേൺ ടു ക്വിക്ക് ടു ലിസൺ. ദെൻ നാവിനെ പതുക്കെ ഒന്ന് കഴിഞ്ഞാൽ ഒരു പോസ് ബട്ടൺ, സെൽഫ് കൺട്രോൾ അവിടെ വർക്ക് ചെയ്യും. ഞാൻ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് സെൽഫ് കൺട്രോൾ എന്ന പോസ് ബട്ടൺ നിങ്ങളുടെ ഉള്ളിൽ പ്രസ് ചെയ്യുമ്പോൾ യു ഡോണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ യുവർ സിറ്റുവേഷൻ. നാവിനെ ഒന്ന് കടിഞ്ഞാനിടുമ്പോൾ യു ജസ്റ്റ് കീപ് ക്വയറ്റ് ഫോർ സം ടൈം. പെട്ടെന്ന് പ്രതികരിക്കത്തില്ല, പക്ഷെ യേശുവിന്റെ മനസ്സുകൊണ്ട് കണ്ട് യേശുവിന്റെ മനസ്സിൽ കൂടെ പ്രോസസ് ചെയ്ത് ഇതൊക്കെ നിങ്ങൾ ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ്, പൊട്ടിത്തെറിക്കാതെ യു ബിഗിൻ ടു സ്പീക്ക് ദ ലാംഗ്വേജ് ഓഫ് ദ കിങ്ഡം. സ്നേഹത്തിൽ നിങ്ങൾ പ്രതികരിക്കാനുള്ള പരിശീലനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക. അപ്പൊ ഇതെല്ലാം ഇറ്റ് ഹസ് ടു ഗോ ത്രൂ യുവർ ഒരു പ്രോസസ്സിൽ കൂടെ പോകണം. എന്തിനാ? നോട്ട് ടു ബി ലെഡ് ബൈ ഇമോഷൻസ് ബട്ട് ഓൾവേസ് ടു ലെഡ് ബൈ ഹൂ ജീസസ് ഈസ് ഇൻസൈഡ് യു. എന്റെ ദൈവമക്കളെ, ഇതൊരു പ്രോസസ്സിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വിവിധ സാഹചര്യങ്ങൾ, ചിലപ്പോൾ സാഹചര്യം ഭയമായിരിക്കും കൊണ്ടിരുന്നത്, ചിലപ്പോൾ സാഹചര്യം നിങ്ങളെ കൊണ്ടുവരുന്നത് നിങ്ങളെ തളർത്താനായിരിക്കും കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഓരോന്നും കൊണ്ടുവരും. ചിലപ്പോൾ സാഹചര്യം നിങ്ങളെ വികാരഭരിതരാക്കും. കാരണം എല്ലാ സാഹചര്യത്തിനും നടുവിലും എനിമിക്ക് ഒരു അജണ്ട ഉണ്ട്, ദൈവത്തിനൊരു അജണ്ട ഉണ്ട്. എനിമിയുടെ അജണ്ട എന്നാ? നിങ്ങളെ എങ്ങനെയും നിങ്ങളുടെ വികാരങ്ങളിലെ നിങ്ങളുടെ ഇമോഷൻസിനെ സ്റ്റെയറപ്പ് ചെയ്ത് ക്രിസ്തു എന്ന് പുറത്തു കൊണ്ടുവരണം. സോ ദ മോമെന്റ് യു ആർ ഔട്ട് ഓഫ് യുവർ പ്ലേസ്മെന്റ് ഇൻ ക്രൈസ്റ്റ് യു ബിക്കം വീക്ക്. നിങ്ങളുടെ ജഡത്തിൽ പ്രതികരിക്കാൻ തുടങ്ങും. അതേസമയം പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്രിസ്തുവിൽ വേരൂന്നി അബൈഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കൂടെ ഇന്ന് സഹായിയായിട്ട് നിങ്ങളെ ഇങ്ങനെ സഹായിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഓരോ സാഹചര്യത്തിൽ കൂടെ ഈ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ, ആന്തരിക മനുഷ്യൻ നിങ്ങൾ നിലനിൽക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ ജയമെടുക്കുമ്പോൾ ക്രിസ്തുവിലേക്ക് നിങ്ങൾ വേരിറക്കുകയാണ്. You became rooted and grounded in who Jesus is in you. ഓരോ പ്രാവശ്യം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ എന്റെ വചനം കേട്ട് വീട് പണിയുന്നവൻ പാറപ്പുറത്ത് വീട് പണിയും. അതേസമയം വചനം കേട്ട് വീട് പണിയാത്തവൻ, ഒരു പ്രോസസ്സിൽ കൂടെ പോകാത്തവൻ മണലിന്മേൽ വീട് പണിയുന്നവനിരിക്കും. മഴ വരും, കാറ്റ് വരും. നമുക്കറിയാം മണലിന്മേൽ വീട് പണിതാൽ എങ്ങനെ ഇരിക്കും? താഴെപ്പോവും. അതേസമയം പാറപ്പുറത്ത് വീട് പറഞ്ഞവൻ കാറ്റ് വന്നാലും കൊള്ളിളക്കം വന്നാലും കുലുങ്ങത്തില്ല, അലങ്ങത്തില്ല. അപ്പൊ ദൈവം എപ്പോഴും ഒരു വചനം തന്നിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു ടെസ്റ്റ് നിങ്ങളുടെ മുന്നേ കൊണ്ടുവരും. ഇത് തന്നെയാണ് യേശു ശിഷ്യന്മാരെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന അത്ഭുതം കാണിച്ചു. പിന്നെ 7 അപ്പം കൊണ്ട്
ഇത്രയും 7,000 പേരെ പോഷിപ്പിക്കുന്ന അത്ഭുതം കാണിച്ചു ഇമ്മീഡിയറ്റ്ലി ദൈവം ഒരു ടെസ്റ്റിലേക്ക് കൊണ്ടുവന്നു. ബോട്ടേ കയറി നമുക്ക് അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞ് യേശു പറയുന്നു. തുഴഞ്ഞങ്ങോട്ട് പോകുന്നു. കർത്താവ് സുഖമായിട്ട് ഒരു സൈഡിൽ കിടന്നങ്ങ് ഉറങ്ങി. കർത്താവാ പറഞ്ഞ് നമുക്ക് അക്കരപ്പ. എന്റെ ദൈവമക്കളെ, ഇന്ന് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ അതേ ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഇഫ് ഗോഡ് ഈസ് ദ പൈലറ്റ് ഓഫ് യുവർ ബോട്ട്, അവിടെയും കൊടുങ്കാറ്റ് വന്നു, അവിടെയും സാഹചര്യം ഭയങ്കര തിരമാല വന്ന് അടിക്കാൻ തുടങ്ങി, കാറ്റ് വന്ന് അടിച്ചാടി ഉലയാൻ തുടങ്ങി. പക്ഷെ യേശു മാത്രം സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത്. കാരണം ഹിസ് ഇന്റേണൽ മാൻ വാസ് അറ്റ് റെസ്റ്റ്. യേശുവിന്റെ അകമേ മനുഷ്യനകത്ത് സ്വസ്ഥതയായിരുന്നു. ബിക്കോസ് പിതാവ് എന്തു പറയുന്നു അത് കാണുന്നു, പിതാവ് എന്ത് സംസാരിക്കുന്നു അത് സംസാരിക്കുന്നത്. അത് അകമേ മനുഷ്യൻ ആ ബന്ധത്തിൽ വന്നുകൊണ്ട് യേശു സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. അപ്പൊ ശിഷ്യന്മാര് ആ സമയം ശിഷ്യന്മാർക്ക് ആ ഒരു പരിശീലനം വരുന്നേ ഉള്ളൂ. ഈ മിറക്കിൾ കണ്ട് ഒരു ടെസ്റ്റിങ്ങിൽ കൂടെ കൊണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അവര് ചോദിച്ചു, കർത്താവേ നീ ഞങ്ങളെ കരുതുന്നില്ല, ഞങ്ങൾ വേണ്ട വെള്ളം കയറി മുങ്ങാൻ പോവാ ഓണത്തും. കർത്താവ് ഉണർന്ന് ചാടി എന്നിട്ട് കർത്താവ് എന്താ നമുക്കറിയാൻ ചെയ്തു. കാരണം അകത്തെ സ്വസ്ഥതയായിരുന്നു. ആ സ്വസ്ഥത കർത്താവ് റിലീസ് ചെയ്തു. ഈസ് എ പീസ്. കാറ്റെ ശാന്തമാകുക, കടലെ ശാന്തമാകുക, ഇമ്മീഡിയറ്റ്ലി ശാന്തമായി. അപ്പൊ ശിഷ്യന്മാർ ഇതെന്തൊരു മനുഷ്യനാ, കടലും കാറ്റും എല്ലാം ഇയാളെ വണങ്ങുന്നല്ലോ. അപ്പൊ അതൊരു ട്രെയിനിങ്ങാ. അപ്പൊ നമുക്ക് അന്നേരത്ത് മനസ്സിലാക്കേണ്ടത് ആ യേശുവിന്റെ ക്രൂശ് മരണം കഴിഞ്ഞിട്ടേ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്നുള്ളൂ. അത് സമയം പരിശുദ്ധാത്മാവ് കൂടെ നടക്കരുത്, യേശു അവരുടെ കൂടെ അപയ്ക്കൊണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ജെറുസലേമിൽ തന്നെ നിൽക്കണം, പോകരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ അപ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇന്ന് ആ ദൈവം കടലിനെ ശാന്തമാക്കി, കൊടുങ്കാറ്റിനെ അടക്കി എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം അയക്കുമ്പോൾ ഗോഡ് ടേക്സ് യു ത്രൂ എ പ്രോസസ്. ഒരു വിവിധ സാഹചര്യങ്ങൾ കൂടെ നിങ്ങളെ കൊണ്ടുപോകും. കാരണം എന്നാ, ഓൾ യുവർ സിറ്റുവേഷൻസ് ആർ ട്രെയിനിങ് ആൻഡ് പ്രൂവിങ് ഗ്രൗണ്ട്. നിങ്ങൾ അകത്ത് എന്ത് വിശ്വസിച്ചിരിക്കുന്നോ അത് നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ഉറപ്പിക്കാൻ വേണ്ടി. എന്തിന്? നിങ്ങളുടെ അകമേ മനുഷ്യൻ ബിക്കംസ് ബിഗർ സ്ട്രോങ്ങർ ആൻഡ് ബെറ്റർ ആൻഡ് കംസ് ഇൻ ടു എ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലെ പക്വതയിലേക്ക് വരാൻ വേണ്ടിയാണ്. 2 Corinthians 4:16 നമ്മൾ കേട്ടു. എല്ലാ സാഹചര്യങ്ങളും പുറമേയാണ്. പുറമേ മനുഷ്യൻ ക്ഷയിക്കും, പുറത്ത് അടികൊള്ളും, പുറത്ത് വെട്ടുകൊള്ളും, ഇതെല്ലാം പുറമേ പൗലോസ് പറയുന്നു. പക്ഷെ ഇതൊന്നും എൻ്റെ അകമേ മനുഷ്യനെ ബലഹീനനാക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഓരോ സാഹചര്യത്തിൽ കൂടെ എൻ്റെ അകമേ മനുഷ്യൻ ദൈനംദിനം പുഷ്ടി പ്രാപിച്ചു വരിക. ആ പുഷ്ടി പ്രാപിച്ചു വരുന്തോറും ഇപ്പൊ കാണുന്നതിനെ അല്ല ഞാൻ കാണുന്നത്, കാണാത്തതിന്റെ അനശ്വരമായതിനെ ഞാൻ കാണുന്നു. അപ്പോൾ ഇപ്പോഴുള്ള ഈ വരുന്ന സഫറിങ്ങോ ഒന്നുമല്ല, ചപ്പും ചവറുമായിട്ട് എണ്ണാൻ അപ്പോസ്തലൻ പഠിച്ചു. എൻ്റെ ദൈവമക്കളെ, ഇന്ന് ഞാനും നിങ്ങളും അപ്പോസ്തലന്റെ അതേ പക്വതയിലേക്ക് വന്നില്ലേലും വി ആർ ഓൾ ഗ്രോയിങ്. അപ്പോഴും ഈ നടത്തത്തില്, ഈ വളർച്ചയില് നിങ്ങളാൽ താങ്ങാനാകാത്ത ഒരു ശോധനയും എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അത് നിങ്ങൾ ആദ്യം ഉറപ്പിക്കണം. നോ, ഹി നോസ് വാട്ട് ഓൾ സഫറിങ്സ് ഓർ വാട്ട് ഓൾ തിങ്സ് യു ക്യാൻ ബെയർ. നിങ്ങളാൽ താങ്ങാനാകുന്നതിനപ്പുറം ദൈവം അനുവദിക്കത്തില്ല. കാരണം ഓരോ വ്യക്തിയെയും ദൈവത്തിന് അറിയാം, ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അറിയാം, ദൈവത്തിന്റെ ആ വ്യക്തിയുടെ നേച്ചറിനെ ദൈവം അറിയാം, എന്തുമാത്രം സഹിക്കാനുള്ള ശീലം അതിൻ്റെ അകത്തുണ്ടെന്നുള്ള ദൈവത്തിന് അറിയാം. അതനുസരിച്ചാണ് ദൈവം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യം അനുവദിക്കുന്നത്. ഇൻ ഹിസ് വിസ്ഡം വിച്ച് ക്യാൻ ഈസിലി പ്രിവെന്റ്. നമുക്കെല്ലാം സാഹചര്യം പെട്ടെന്ന് റിസോൾവ് ചെയ്ത് വരണം. ബട്ട് ബിയോണ്ട് ദാറ്റ് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. എന്ത്? പുത്രന്റെ തകവോളം പക്വതയും സഹനശീലവും ഓരോ സ്വഭാവത്തിലും വളർന്ന് ബലപ്പെട്ട് പക്വതയെത്തിയ ഒരു മകനും മകളുമായിട്ട് പുറത്തു വരുമ്പോൾ ആ വ്യക്തിയെ കൊണ്ട്, രൂപാന്തരം പ്രാപിച്ചൊരു വ്യക്തിയെ കൊണ്ട് അനേകരെ ബലപ്പെടുത്താൻ ദൈവത്തിന് ഉപയോഗിക്കണം. ഈ സൂം ഫാമിലിയുള്ള ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇതാണ്. യു ഹാവ് ടു ഗിവ് യുവർ സെൽഫ്. നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കണം. ഇത്രയും നാളുമുള്ള ജീവിത ശൈലി നമുക്കൊന്ന് മാറണം. കാരണം നിങ്ങളുടെ അകമേ മനുഷ്യനാണ് പുഷ്ടി പ്രാപിക്കേണ്ടത്. പുറമേ ഒക്കെ നടന്നോട്ടെ, ഇതൊന്നും നിങ്ങളെ തകർക്കാനോ തളർത്താനോ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ കൂടെ പിതാവുണ്ട്, നിങ്ങളുടെ കൂടെ യേശുണ്ട്, നിങ്ങളുടെ പരിശുദ്ധാത്മാവുണ്ട്. 3+ is always with you in your story and in your journey.
കൈ പിടിച്ച് വീട് നടത്തുന്ന പൊക്കിക്കൊണ്ടുവരാൻ മതിയായനായ ഒരു ദൈവം എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു പരിശീലനമാണ് ഈ, ഒരു ട്രെയിനിങ് ഗ്രൗണ്ടാണ് ഈ ഓരോ സാഹചര്യം. എന്തിന്? കാണുന്നത് മാറാനും, കാഴ്ച മാറാനും, ചിന്ത മാറാനും, സംസാര രീതി മാറാനും, പ്രതികരണവും ശീലി മാറാനും, ദൈവരാജ്യത്തിന്റെ അംബാസഡർമാരായിട്ട് നിങ്ങളെ കാണുമ്പോൾ ലോകത്തുള്ള ഒരു യേശുവിനെ കാണത്തക്കവണ്ണം ഒരു പക്വതയിലേക്ക്, ഒരു പക്വത വന്ന ഒരു മകനും മകളുമായിട്ട് ദൈവം ഈ നാളിൽ എഴുന്നേൽപ്പിക്കുകയാണ് എന്റെ ദൈവമക്കളെ. സോ ലെറ്റ്സ് സബ്മിറ്റ് ourselves to this process. How to bring it into practical reality. ഒരു സാഹചര്യം കാണുമ്പോൾ സാഹചര്യം കാണുമ്പോഴേ മനസ്സിലാക്കണം ഞാൻ ക്രിസ്തുവില, അങ്ങനെയാണ് ഈ സാഹചര്യവും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എങ്ങനെ കൊണ്ടുവരേണ്ടത്? സാഹചര്യത്തെ കാണാതെ കർത്താവേ നന്ദി. യുവർ വിൽ ബിഗിൻസ് ടു ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ഇട്ട പോലെ വില്ല് അങ്ങോട്ട്, ഇച്ഛ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഐ വിൽ ബ്ലസ് ദ ലോർഡ്. കർത്താവേ നന്ദി, എന്റെ കൂടെ ആയിരിക്കുന്നതിന് നന്ദി, എന്നെ കൈവിടാത്തതിന് നന്ദി. ലോകാവസാനം വരെ അങ്ങ് എന്റെ കൂടെ ഇരുന്ന് ഞാൻ വീഴുന്നിടത്തുനിന്നെല്ലാം എന്നെ കൈ പിടിച്ച് എനിക്ക് പോക്കുപിടി വെച്ച് എന്നെ വളർത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് നന്ദി പറയുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? നിങ്ങളുടെ മനസ്സൊന്ന് ഒന്ന് ക്വയറ്റൻ ചെയ്യും. നിങ്ങളുടെ സ്പിരിറ്റ് ബിക്കം സ്റ്റേർഡ് അപ്പ്, വിൽ ടേക്സ് ഓവർ. ഇമോഷൻസിനെ പോയിട്ട് അവിടെ വന്ന ഭയത്തെയും വികാരങ്ങളെയും എല്ലാം കൺട്രോൾ ചെയ്ത് ഇച്ഛയുടെ പുറയിലോട്ട് കൊണ്ടുവരും. ആൻഡ് ഇറ്റ് വിൽ യൂസ് all the emotions to augment your faith. നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വരും. അപ്പൊ നിങ്ങൾ സാഹചര്യത്തെ കാണുന്ന രീതിയെ മാറും. സാഹചര്യം തളർത്താനോ എന്നെ താഴെ ഇടാനോ അല്ല, മറിച്ച് ഈ സാഹചര്യത്തിൽ കൂടെ എന്നെ പുത്രന്റെ തകവോളം പണിയാൻ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ കാണാൻ തുടങ്ങും. സോ യു വിൽ കോപ്പറേറ്റ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഓരോ പ്രാവശ്യം നിങ്ങൾ അങ്ങനെ ജയം എടുക്കുമ്പോഴും നിങ്ങളുടെ അകമേ മനുഷ്യൻ പുഷ്ടിപ്പെട്ട് ബലപ്പെട്ട് ഇറ്റ്സ് ബിക്കമിങ് ബിഗർ ആൻഡ് ബിഗർ ആൻഡ് ബിഗർ. ഒരു സ്റ്റേജ് വരുമ്പോൾ യു വിൽ ഓൾവേസ് സീ യുവർ സിറ്റുവേഷൻസ് ത്രൂ ദി ഐസ് ഓഫ് ജീസസ്, പ്രോസസ് ത്രൂ ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, and you will speak the language of the kingdom, and it always respond, not react. So that particular word, കേൾപ്പാൻ വേഗത, പറവാൻ സാവധാനം, ദേഷ്യപ്പെടാൻ സാവധാനവും പ്രാക്ടിക്കൽ റിയാലിറ്റിയിൽ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കേണ്ട സമയത്ത് പെട്ടെന്ന് നിങ്ങൾ കേൾക്കും. സ്വിച്ച് ഇട്ട പോലെ നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ചെവിയെ, നിങ്ങളുടെ കയ്യ്, നാവ്, ഇന്ദ്രിയത്തിന്മേൽ ജയം എടുത്ത് പക്വത വരുമ്പോൾ, തഴമ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾ പ്രതികരിക്കത്തില്ല. അതേസമയം നിങ്ങൾ ഈ സ്റ്റോപ്പ്. യേശുവിനെ എങ്ങനെ സ്നേഹത്തിൽ പ്രതികരിച്ചോ ആ പ്രതികരണ ശേഷിയിലേക്ക് അകമയ മനുഷ്യനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾ പരിശീലനപ്പെട്ടു വരികയാണ് ത്രൂ ദ ഡിഫറെന്റ് സിറ്റുവേഷൻസ്. അപ്പൊ ആ വാക്യം നമ്മൾ കേൾക്കാൻ എളുപ്പമുണ്ട്. ബട്ട് ദാറ്റ് വേർഡ് ഹാസ് ടു ബിക്കം ലിവിങ്, has to become active in your spirit man. അകമേ മനുഷ്യൻ മനസ്സിനകത്ത്, വികാരങ്ങളിനകത്ത് ഇമോഷൻസിനെ എല്ലാം റിസ്റ്റോർ ചെയ്ത് കൊണ്ടുണ്ട്. അവിടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് വേണം, ആത്മീയ മനുഷ്യൻ വേണം റൂളിങ് വരേണ്ടത്. ഇതിൽ കൂടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും പരിശീലിപ്പിക്കപ്പെടുകയാണ് ഇന്നാളുകൾ. സോ നെക്സ്റ്റ് ടൈം when you see a situation, start rejoicing, because you can rejoice because God is with you, God is in you, God is around you. Hallelujah.